സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലർ ലാമിന അബൌട്ട് ഇറ്റ് സെൻട്രോയിഡൽ ആക്സിസ് ആണ്. സോ ഒരു സർക്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഒരു പക്ഷേ സർക്കിളിൻ്റെ ആക്സിസ് ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ അല്ലേ? ഡൗട്ടില്ലല്ലോ. സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതാണ്. എക്സ് ബാർ 0, വൈ ബാർ 0 ആണ് എപ്പോഴും ഇവിടെ എക്സ് വൈ ആക്സിസ് എടുത്ത് കഴിഞ്ഞാൽ. സോ ഇതാണ് സെൻട്രോയിഡൽ ആക്സിസ്. സർക്കിളിൻ്റെ സെൻറ്ററിൽ നമ്മൾ എക്സ് ആക്സിസ് എടുത്തു, വൈ ആക്സിസ് എടുത്തു. നമുക്ക് കണ്ടുപിടിക്കാനുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സർക്കിൾ ഓഫ് എക്സ് എക്സ് ആൻഡ് വൈ വൈ. ഐ എക്സ് എക്സും ഐ വൈ ആണ് കണ്ടുപിടിക്കാറുള്ളത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. ഇതാണ് നമ്മുടെ സ്ട്രിപ്പ്. ആ സ്ട്രിപ്പിൻ്റെ ലെങ്ത് L, അതിൻ്റെ തിക്നെസ് DR. ആ സ്ട്രിപ്പ് എവിടെ നിന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്? എക്സ് ഡിസ്റ്റൻസ് ഫ്രം വൈ വൈ ആക്സിസും വൈ ഡിസ്റ്റൻസ് ഫ്രം എക്സ് എക്സ് ആക്സിസും. സോ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് ഐ എക്സ് എക്സ് ആണ്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചു. മൊമെന്റ് ഓഫ് ദിസ് സ്ട്രിപ്പ് ഫ്രം എക്സ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ദി സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഈ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എക്സ് എക്സ് ആക്സിസ്. സോ DA ഇൻറ്റു വൈ ആയിരിക്കും ഫസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത് എക്സ് എക്സ് ആക്സിസ് വെച്ചിട്ട്. സെക്കൻഡ് മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? DA ഇൻറ്റു എക്സ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ്. DA ഇൻറ്റു വൈ ആണ് ഫസ്റ്റ് മൊമെന്റ്. DA ഇതാണ് അതിൻ്റെ ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. DA ഇൻറ്റു വൈ ആണ് ഫസ്റ്റ് മൊമെന്റ്. സെക്കൻഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മൊമെന്റ് ഒന്നുകൂടെ എടുക്കാൻ പോവാണ്. സോ DA ഇൻറ്റു വൈ ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒന്നുകൂടെ എടുക്കും. സോ DA ഇൻറ്റു വൈ സ്ക്വയർ ആണ് സെക്കൻഡ് മൊമെന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് മൊമെന്റ് എന്ന് പറയുന്നതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി എക്സ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് DA ഫ്രം എക്സ് എക്സ് ആക്സിസ്. സോ സെക്കൻഡ് മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓഫ് ദി സ്ട്രിപ്പ് ഫ്രം എക്സ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിപ്പിൻ്റെ DA ഇൻറ്റു ഇതിൻ്റെ ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സെക്കൻഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊമെന്റ് ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഫസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? DA ഇൻറ്റു വൈ ഇൻറ്റു വീണ്ടും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുക. സോ അങ്ങനെയാണ് നമ്മൾ ഐ എക്സ് എക്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ചെറിയൊരു സ്ട്രിപ്പിൻ്റെ എന്ന് പറയുന്ന ഐ എക്സ് എസ് എന്ന് പറയുന്നത് ഇതാണ്, വൈ സ്ക്വയർ ഇൻറ്റു DA. ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഇത് തീറ്റ ആണ് മേക്ക് ചെയ്യുന്നത്. ഈ ഒരു ചെറിയൊരു സ്ട്രിപ്പ് മേക്ക് ചെയ്യുന്നത് എക്സ് എക്സ് ആക്സിസുമായിട്ട് തീറ്റ ആണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഇത് വൈ ആക്സിസും ഇത് എക്സ് ആക്സിസും. ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് വൈ ഡിവൈഡഡ് ബൈ ഈ സ്മോൾ ലെറ്റർ R ആണ്. ഈ സ്ട്രിപ്പിൻ്റെ റേഡിയസ് R ആണ്. അങ്ങനെയാണെങ്കിൽ വൈ ഈക്വൽ ടു R സൈൻ തീറ്റ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ വൈ സ്ക്വയറിന് പകരം R സൈൻ തീറ്റ എന്നിട്ട് കൊടുക്കുക. സോ R സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഇനി DA എങ്ങനെ എടുക്കാന്ന് പറഞ്ഞാൽ DA എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ദി ഈ സ്ട്രിപ്പാണ്. DA എന്ന് പറഞ്ഞാൽ എന്താണ്? L ഇൻറ്റു ഈ തിക്നെസ് DR ആണ്. ഇനി ഈ ഒരു സ്ട്രിപ്പ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ D തീറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സൈൻ D തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് L ഡിവൈഡ് ബൈ R ആണ്. ആണല്ലോ. സൈൻ D തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു D തീറ്റ. കാരണം D തീറ്റ എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞാണ്. സോ D തീറ്റ ഈസ് ഈക്വൽ ടു L ബൈ R. അതിൽ നിന്ന് L എന്ന് പറഞ്ഞാൽ എന്താണ്? R D തീറ്റ എന്ന് വരും. സോ അങ്ങനെയാണ് DA എന്ന് പറഞ്ഞാൽ എന്താണ്? LDR ആണ്. സോ Lന് ഒരു R D തീറ്റ ഇൻറ്റു DR എന്നിട്ട്. സോ ഇതെല്ലാം കൂടി എടുത്ത് ഈ ഇൻ്റഗ്രലിൻ്റെ അകത്ത് എടുത്തിട്ടു. അപ്പോൾ നമുക്ക് വരുന്ന R സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു R D തീറ്റ DR. സോ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആറും ചേർക്കുക. സോ R ക്യൂബ് DRും സൈൻ സ്ക്വയർ തീറ്റ D തീറ്റയും. സോ ഇവിടെ രണ്ട് ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്. ഒന്ന് DRും ഒന്ന് D തീറ്റയും. സോ ഇത് രണ്ടിനെയും വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം നമുക്ക്. സോ അതുകൊണ്ട് ഇവിടെ രണ്ട് ഇൻ്റഗ്രൽസ് വരും. ഒന്ന് DRൻ്റെ ഇൻ്റഗ്രൽ 0 ടു DRൻ്റെ ഇൻ്റഗ്രലും വരും, D തീറ്റയുടെ ഇൻ്റഗ്രലും വരും. അതാണ് ഈ രണ്ട് ഇൻ്റഗ്രൽ. ഇനി ഇൻ്റഗ്രലിലെ ഓരോ ലിമിറ്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട വിത്ത് റെസ്പെക്ട് ടു R വെച്ചിട്ടുള്ള ഇൻ്റഗ്രലാണ് അല്ലേ? R വെച്ചിട്ടുള്ള ഇൻ്റഗ്രലിൽ ലോവസ്റ്റ് വാല്യൂ ഓഫ് ആറും ഹയസ്റ്റ് വാല്യൂ ഓഫ് ആറും. ലോവസ്റ്റ് വാല്യൂ ഓഫ് R എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ ലെറ്റർ R, ഇതാണ് ഈ സ്മോൾ ലെറ്റർ R, ചെറിയ സ്ട്രിപ്പിൻ്റെ റേഡിയസ്. സോ അതിൻ്റെ ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത് 0. ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയും വരും, ഫുൾ റേഡിയസ് വരും അല്ലേ? വിത്ത് റെസ്പെക്ട് ഈ റേഡിയസ് എടുക്കുകയാണ്, ഈ ആക്സിസ് എടുക്കുക. സോ 0 ടു ക്യാപിറ്റൽ ലെറ്റർ R അല്ലേ? എൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R. ഇതാണ് ക്യാപിറ്റൽ R. സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ R ആണ്. അത് വേണമെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തും കൂടെ വയ്ക്കുക. ഈ റേഡിയസ് എന്ന് പറയുന്നത് R ആയിരിക്കും. ഇതെല്ലാം R ആയിരിക്കും. ഇനി തീറ്റയുടെ ഇൻ്റഗ്രൽസ് നോക്കുക. തീറ്റയുടെ ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? മിനിമം വാല്യൂ ഓഫ് തീറ്റയും മാക്സിമം വാല്യൂ ഓഫ് തീറ്റയും. സർക്കിളിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രീസ് ആണ് അല്ലേ?
സർക്കിളിൻ്റെ ആംഗിൾ. മിനിമം വാല്യൂ എന്താണ്? 0. സോ 0 to 360നെ 2π എന്ന് എടുക്കാം. സോ മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 2π. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ആറിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ r⁴/4 വിത്ത് റെസ്പെക്ട് ടു dr. സോ ക്യാപിറ്റൽ r⁴ ഡിവൈഡ് ബൈ 4 മൈനസ് 0. ആ ക്യാപിറ്റൽ r⁴ നമ്മൾ വെളിയിലെടുത്തു കോൺസ്റ്റൻ്റ് ആയിട്ട്. എന്നിട്ട് 0 to 2π സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ മാത്രം എടുത്തു. ഇൻ്റഗ്രൽ എഴുതിയിരിക്കണം, മനസ്സിലായല്ലോ. 0 to 2π 0 to r ഒക്കെ ഒന്ന്. ഓക്കെ. സൈൻ സ്ക്വയർ തീറ്റനെ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് ഇട്ടു. ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോയി. സോ r⁴/8. 0 to 2π 1 മൈനസ് കോസ് 2 തീറ്റ മാത്രം വന്നു. സോ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? 1ൻ്റെ തീറ്റ മൈനസ് കോസ് 2 തീറ്റയുടെ എന്താണ്? സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2. കോസ് തീറ്റയുടെ സൈൻ തീറ്റയാണ്. കോസ് 2 തീറ്റയുടെ സൈൻ 2 തീറ്റ ഇൻറ്റു ഡിവൈഡ് ബൈ അതിൻ്റെ ഡിഫറൻസിയേഷൻ 2 തീറ്റയുടെ. സോ 2 വിത്ത് റെസ്പെക്ട് ടു തീറ്റ. സോ എന്നിട്ട് നമ്മൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. r⁴/8 ഇൻറ്റു തീറ്റയ്ക്ക് 2π ഇട്ട് കൊടുക്കണം. 2π ഇവിടെ സൈൻ തീറ്റയ്ക്ക് 2π ഇട്ടു. സൈൻ 4π എന്ന് വരും ഡിവൈഡ് ബൈ 2 മൈനസ് 0 മൈനസ് സൈൻ 0. സൈൻ 4π എന്ന് പറഞ്ഞാലും 0 തന്നെയാണ്. സൈൻ 720 ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. സോ r⁴/8 ഇൻറ്റു തീറ്റയുടെ ഈ 2π മാത്രം വരും മൈനസ് 0. സൈൻ 0യും 0 ആണ്. സോ πr⁴/4 എന്ന് വരും ixx. ഇതുപോലെ iyyയും കണ്ടുപിടിക്കുക. ixxും iyyയും സിമെട്രിക്കലാണ് അബൌട്ട് ദി ആക്സിസ് അല്ലേ? സിമെട്രിക്കലാണ്. ഇതിനെ ഇങ്ങനെ y ആക്സിസ് കൂടെ കട്ട് ചെയ്താൽ ഇതും ഈക്വലാണ്. xy ആക്സിസ് കൂടെ കട്ട് ചെയ്താൽ മുകളിലത്തെ താഴത്തെ. സോ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ixx തന്നെ ആയിരിക്കും iy. ഇല്ലെങ്കിൽ നിങ്ങൾ iy കണ്ടുപിടിക്കുക. iy കണ്ടുപിടിക്കാൻ നേരത്ത് എന്താണ്? ഇത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് ആക്സിസ് ആണ്. സോ ഏതിൻ്റെ എടുക്കും? ഈ സ്ട്രിപ്പിൻ്റെ ഇത് വെച്ചിട്ട് എടുക്കുക. എക്സ് ആക്സിസിൽ ഈ സ്ട്രിപ്പ് y ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്? എക്സ് ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. സോ y വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ x² dA വെച്ച് ചെയ്യുക. ഇവിടെ y² dA വരും ഇൻ്റഗ്രൽ x² dA വെച്ച് ചെയ്യുക. സെയിം തന്നെ ആയിരിക്കും, ചെയ്യണമെന്നില്ല. വേണമെങ്കിൽ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ആൻസർ കിട്ടുന്നത് നോക്കി. x² dA. എന്നിട്ട് എക്സിന് എത്ര കൊടുക്കും? നേരത്തെ നമ്മൾ സൈൻ തീറ്റയാണ് കണ്ടുപിടിച്ചത്. ഇവിടെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡ് ബൈ ഈ ആർ. സോ x = r കോസ് തീറ്റ എന്ന് വരും. ഇവിടെ y = r സൈൻ തീറ്റ, x = r കോസ് തീറ്റ വെച്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. സെയിം വാല്യൂ തന്നെ വെച്ചും എത്രയാണ്? πr⁴/4 അല്ലെങ്കിൽ ഇതിന് ഡയമീറ്ററിൻ്റെ ടേംസ് ആയിരിക്കും. r എന്ന് പറഞ്ഞാൽ d/2 ആണ്. സോ πd⁴/64. സിമെട്രി ആണ്. ixx iy സെയിം ആയിരിക്കും. ഓക്കെ.